ഇപ്പോൾ ഫുട്ബോൾ പ്ലേയേഴ്സ് പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സപ്പോസ് ഒരു മാസത്തെ ക്യാമ്പാണ്, ഒരു 10-20 ദിവസം അല്ലെങ്കിൽ 20 ദിവസം കഴിഞ്ഞ് ക്യാമ്പിൽ ജോയിൻ ചെയ്തോട്ടെ. പലപ്പോഴും ഞാൻ പ്ലേയേഴ്സിൻ്റെ അടുത്ത് പറയുന്ന അഡ്വൈസ് ഇതാണ്, നമ്മളൊരു ക്യാമ്പ് തുടങ്ങുമ്പോൾ ഒരു കോച്ച് എപ്പോഴും ഒരു ടൂർണമെൻറ്റ് സെറ്റ് ചെയ്തായിരിക്കും ക്യാമ്പ് തുടങ്ങുന്നത്. അങ്ങനെ ക്യാമ്പ് തുടങ്ങുമ്പോൾ ഒരു ലോങ് ടേം ഗോളായിരിക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് പ്ലേയേഴ്സ് വന്ന് ഫില്ല് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ, പ്ലേയേഴ്സ് ഒരു ഇനിഷ്യൽ അഡാപ്റ്റേഷൻ കഴിഞ്ഞ് 28 ഡേയ്സ് ആകുമ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ആവും. ഒരു 28 ദിവസം കഴിഞ്ഞ് പ്ലെയർ ജോയിൻ ചെയ്യും, മറ്റ് പ്ലേയേഴ്സ് ഹൈ ലോഡിലായിരിക്കും ചെയ്യുന്നത്. ഈ ഹൈ ലോഡിൻ്റെ ഇടയ്ക്ക് ഒരു ബിഗിനർ അല്ലെങ്കിൽ ഒരു ആവറേജ് പ്ലെയർ വന്ന് കയറുമ്പോൾ അയാൾക്ക് ഫിറ്റ്നസ് ഇല്ലെങ്കിൽ മറ്റ് ടീമിൻ്റെ കൂടെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇഞ്ചുറി ആവാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ ഐസൊലേറ്റഡ് ട്രെയിനിങ് പോസിബിൾ അല്ല. അപ്പോൾ ഒരു ടീം ട്രെയിനിങ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇൻ ബിറ്റ്വീൻ നമ്മൾ ക്യാമ്പിൽ കയറിയുള്ള പ്രശ്നം ഈ ലോഡ് ബാലൻസിങഗ് കറക്റ്റ് ആകത്തില്ല. അപ്പോൾ നിങ്ങളൊരു ക്യാമ്പ് കോൾ ഫോർ ചെയ്യുമ്പോൾ ആ ക്യാമ്പിനൊത്ത് ജോയിൻ ചെയ്യുക. അതിനിടയ്ക്ക് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ സ്ട്രെങ്ത് ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ചിലപ്പോൾ പ്ലയോമെട്രിക്സ് പോലെയുള്ള ട്രെയിനിങ്, ചിലപ്പോൾ ഒരു സെഷനിൽ പ്ലയോമെട്രിക്സ് പോലെയുള്ള ട്രെയിനിങ് ഫുട്ബോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നുമല്ലാത്ത ഒരു പ്ലെയർ, സ്ട്രെങ്ത് ഇല്ലാത്ത പ്ലെയർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഞ്ചുറി ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഇൻ ബിറ്റ്വീൻ ക്യാമ്പിൽ ജോയിൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു ക്യാമ്പ് തുടങ്ങുമ്പോൾ എപ്പോഴും ആ ഒരു കണ്ടിന്യൂസ് തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലോങ് ടേം ആയിട്ട് അച്ചീവ്. അല്ലെങ്കിൽ ആ ക്യാമ്പ് 2 വർഷത്തെ 1 വർഷത്തെ 6 മാസത്തെ ക്യാമ്പായിരിക്കണം. 1 മാസം 2 മാസം 3 മാസമുള്ള ക്യാമ്പിന് ഇൻ ബിറ്റ്വീൻ ജോയിൻ ചെയ്ത് യാതൊരു ഗുണവും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ്. വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് കാണാം.